എല്ലാവർക്കും പുത്തൻ രുചിയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് പിടി ഉണ്ടാക്കി നോക്കിയാലോ? അതിനായിട്ട് ജീരകം, ചെറിയ ഉള്ളി, വെളുത്തുള്ളി എന്നിവ ചതച്ച് ഒരു പാത്രത്തിലിട്ട് ഉപ്പും ഇട്ട് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് മാറ്റി വയ്ക്കുക. ഇനി ഒരു പാത്രത്തിൽ അരിപ്പൊടിയും തേങ്ങയും ഇട്ടതിന് ശേഷം നമ്മൾ തിളപ്പിച്ച് വെച്ച വെള്ളവും ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി അതിലേക്ക് അല്പം വെളിച്ചെണ്ണയും ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടി കുഴച്ച് മാറ്റി വയ്ക്കുക. ഇനി ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിക്കുക. നമ്മൾ മാവ് കുഴയ്ക്കാനെടുത്ത ബാക്കി വെള്ളം കൂടി അതിലേക്ക് ഒഴിക്കാവുന്നതാണ്. ഇനി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കുഴച്ച് വെച്ച മാവിൽ നിന്നും ചെറിയ ഉരുളകളാക്കി എടുത്ത് നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് അരിപ്പൊടി കലക്കിയതും തേങ്ങാപ്പാലും കൂടി ചേർത്ത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നമുക്കത് ഇളക്കി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം അത് തിളച്ച് കുറുകി വരുമ്പോൾ നമുക്കത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ചിക്കൻ കറിയുമായി ഉപയോഗിക്കാവുന്നതാണ്.